സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നൊത്തിരി വിഷയങ്ങളുണ്ട്. എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം ഗോവിന്ദച്ചാമിയുടെ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്യുതാനന്ദൻ്റെ മരണം ഒതുക്കാനായിട്ട് അത് കവറേജ് ചെയ്യാതിരിക്കാനായിട്ട് ഗോവിന്ദച്ചാമിയെ തുറന്നു വിട്ടത് എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന് പാലോട് രവി രാജിവെച്ച കാര്യം ഇപ്പം മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് പുതിയ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടണം, അതാണ് അവരുടെ കാര്യം. അപ്പോഴത്തേന് പഴയതൊക്കെ അങ്ങ് മറന്നു പോകും. അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ പറയാൻ വന്ന കാര്യം, നമ്മൾ ഇതുവരെ സൗമ്യയെ കൊന്നത് ഗോവിന്ദച്ചാമി ആയിരുന്നു. കൊന്നത് തെളിവൊന്നുമില്ല എന്ന് ഒക്കെ പറഞ്ഞു, എങ്കിലും അതിൻ്റെ ഉത്തരവാദി ഗോവിന്ദച്ചാമി ആയിരുന്നു എന്ന് നമുക്കൊക്കെ മനസ്സിലായി. നമുക്ക് സാധാരണക്കാർക്കെല്ലാം മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ പേരാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇതിപ്പോൾ ചാർലി തോമസ് എന്നാണ് ഇപ്പോൾ പുള്ളിയെ പുതുതായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഗോവിന്ദച്ചാമിക്ക് ആക്ച്വലി ആധാർ കാർഡോ വല്ലതും ഉണ്ടോ? ആ കാർഡിനകത്ത് എന്തോ ഉള്ളത്. അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ പേരെന്തുവാണ്? അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ പേര് മാറ്റി ചാർലി തോമസ് എന്നാക്കാനായിട്ട്, അല്ലെങ്കിൽ ചാർലി തോമസിൻ്റെ പേര് ഗോവിന്ദച്ചാമി എന്ന് ആക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതൊക്കെ ഇവിടുത്തെ ഈ എന്താ പറഞ്ഞ വില കുറഞ്ഞ ഈ എന്താ പറയുക നമ്മുടെ വർഗീയവാദികൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇവ പേരിലാണ് കാര്യം പിടിക്കുന്നത്. ഗോവിന്ദച്ചാമി ആയിക്കോട്ടെ, ചാർലി തോമസ് ആയിക്കോട്ടെ, ഫക്രുദ്ദീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരായാലും ചെയ്ത കുറ്റം തന്നെയല്ലോ. ഏത് പേരുകാരനായാലും അവന് ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ട കടമയാണ് നമുക്കുള്ളത്. അതിന് പകരം ഇവൻ്റെ പേരിലാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. ഇതിൽ കൂടുതലൊക്കെ നമ്മളിപ്പം ഈ ജീവിക്കുന്ന ഈ നാട്ടിൽ ഇട്ടാവട്ടത്ത് ഉള്ള കേരളത്തിൽ 40 ചാനലാണ് ഉള്ളത്. ഈ ചാനലുകാർ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചോണം, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ അവർ പറയുന്നതാണോ സത്യം, ഇവർ പറയുന്നതാണോ സത്യം? നമ്മളെന്തോ ചെയ്യണം? എൻ്റെ ദൈവമേ, ഇതെന്തോ ചെയ്യണം എന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഗുഡ് നൈറ്റ്.